Watch India's largest kids library only on Jio Hotstar. Download the app now. ബോസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പുതിയ ഡ്രസ്സൊക്കെ? മോട്ടു പത്ലൂണ് അഹങ്കാരം വന്നിരിക്കുന്നു. അത് കുറയ്ക്കാൻ വേണ്ടി എന്റെ അടുത്തുണ്ട് ഒരു പുതിയ പ്ലാൻ. ഇന്ന് പിടിച്ചോ, നിങ്ങളും വിട്ടോ പുതിയ ഡ്രസ്. കമോൺ ഞങ്ങളുടെ ഡയറക്ടർ ജീവൻ സ്പീൽബർഗ് ഇതാ വന്നെത്തി. ഓഡിഷൻ തുടങ്ങാൻ പോകുന്നു. ഹലോ എവരിവൺ, ഞാനാണ് ജീവൻ സ്പീൽബർഗ്. ഞാൻ എടുക്കാൻ പോകുന്ന ഈ ഫിലിം ഇന്ത്യനെ കുറിച്ചുള്ളതാണ്. ഈ സിനിമയുടെ ഹീറോ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ചെറുക്കനാണ്, ഒരു സിമ്പിൾ മാൻ. അയാൾ ഹോളിവുഡിൽ പോയി ഒരു വലിയ ഫിലിം സ്റ്റാർ ആകാൻ പോവുകയാണ്. എന്ത് തന്നെ ഹോളിവുഡിൽ പോയാലും ആളുടെ നാടിനെയും നാട്ടുകാരെയും മിസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അത് കാരണം അവർ വീണ്ടും അവരുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോ ആ സീനിന് വേണ്ടിയിട്ടുള്ള ഓഡിഷനാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഹായ്, ഹൗ ആർ യു? പത്ലു, ഞാനും ഹോളിവുഡ് പടത്തിലെ ഹീറോ ആകാൻ പോവാ. ഓക്കെ എന്നാൽ നമുക്ക് ഓഡിഷൻ ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? എന്റെ അമ്മോ, എന്നെ പോലെ അടിപൊളിയായി പെർഫോം ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്റെ അമ്മോ, അമ്മ ഉണ്ടാക്കി തന്ന പുട്ടും കടലയുടെ രുചി ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. എന്റെ അമ്മേ, അമ്മ എനിക്ക് ചൂട് പഴംപൊരി ഉണ്ടാക്കി വെക്കൂ. ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു. ഓഡിഷൻ ചെയ്യാൻ വേണ്ടി വന്നു കയറിയതാ, പക്ഷെ തോറ്റ് പിന്മാറി. വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ പേര് കച്ചിടറാം എന്നാണ്. പൊളിച്ചെടുത്തല്ലോ. സോറി, എനിക്ക് ക്യാമറ കണ്ട പേടിയാണ്. ഞാൻ എന്റെ പേരാണ് ഡോക്ടർ ജഡ്ക. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അതെ, ഞാൻ കഴിക്കാൻ പോവുകയാണ് എനിക്കിഷ്ടമുള്ള ചപ്പാത്തി. ജോളി. ഹലോ ഡോക്ടർ ജഡ്ക, ഡാൻസ് കളിക്കാൻ പാടില്ല, ഇവിടെ ഡയലോഗാണ് പറയേണ്ടത്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ മോട്ടുവാണ്. നിങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ കൂട്ടുകാരാ പത്ലു, നിന്റെ ഒരുപാട് ഐഡിയകൾ, പിന്നെ ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ ഒരുപാട് ഇൻവെൻഷൻസ് ഞാൻ മിസ് ചെയ്യുന്നു. ഗസീട്ടാറാമിന്റെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഞാൻ മിസ് ചെയ്യുന്നു. പിന്നെ ചിങ്കം സാറിന്റെ തലയിൽ വീഴുന്ന തേങ്ങകൾ, അങ്ങനെ എല്ലാം ഞാൻ മിസ് ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരി എന്റെ ജന്മനാടിന്റെ മണമാണ് ഞാൻ മിസ് ചെയ്യുന്നത്. മണമെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചായക്കടച്ചേട്ടന്റെ സമൂസയാണ്. അതും മിസ് ചെയ്യുന്നു. എന്റെ ജന്മനാടും എന്റെ മണ്ണും സമൂസയും ഒക്കെ എന്നെ വിളിക്കുന്നു. ഞാൻ തിരിച്ചു വരികയാണ്. മിസ്റ്റർ മോട്ടോ, നിങ്ങൾ സെലക്ട് ആയിരിക്കുന്നു. യു ആർ എൻ എക്സലന്റ് ആക്ടർ. എന്റെ സിനിമയുടെ ഹീറോ നിങ്ങളാണ്. കൺഗ്രാറ്റുലേഷൻ മോട്ടോ. താങ്ക് യു. ഹലോ, മോട്ടു സ്പീക്കിംഗ്. ഹലോ മിസ്റ്റർ മോട്ടോ സർ, ഞാൻ ഡയറക്ടറിന്റെ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇന്ന് തൊട്ട് മോട്ടു അല്ല, മോട്ടു ദ സ്റ്റാർ ആണ്. ഇന്ന് തൊട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും വേണം. സോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്റ്റാർ ആയി മാറും. മോട്ടു ദ സ്റ്റാർ സിനിമയും റിലീസ് ആയതിനു ശേഷം വലിയ ഹിറ്റ് ആകും. നിങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർ ആകും മോട്ടോ. താങ്ക് യു. ഈ സമയത്ത് ആരാ വന്നിരിക്കുന്നേ?
ഹലോ സർ, ഇന്നു മുതൽ നിങ്ങൾ ഈ ഡ്രസ്സാണ് ധരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ബോഡി ഗാർഡാണ്. ഞങ്ങൾ പുറത്തു പോയി വെയിറ്റ് ചെയ്യാം. ഓക്കേ. എന്നെ ഇപ്പൊ കാണാൻ ഒരു സ്റ്റാറിനെ പോലെ ഇല്ലേ? സർ, നിങ്ങൾ പറയണമായിരുന്നു ഐ ആം ദി സ്റ്റാർ. സോറി മറന്നുപോയി. എന്നെ കാണാൻ വളരെ സുന്ദരനാണല്ലേ? ഐ ആം ദ സ്റ്റാർ. പത്ലു, നീ എവിടെയാണ്? ലുക്ക് അറ്റ് മീ. പത്ലു, ഞാൻ ഹോളിവുഡ് സ്റ്റാറിനെ പോലെയല്ലേ കാണാൻ? നിന്നെ കാണാനും സ്റ്റാറിനെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ മലയാളത്തിലെങ്കിലും നേരെ സംസാരിക്കേ. സോറി മൈ ഡിയർ ഫ്രണ്ട്, സ്റ്റാറുകളൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കാറ്. ഓക്കെ, സീ യു. ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്. ഇഫ് യു വാണ്ട് ടു കം, ഫോളോ മീ. മോട്ടു, ഇതെന്ത് പുതിയ വേഷം കെട്ട? വല്ല പാർട്ടിക്കോ മറ്റോ പോവാണോ? ആണോ? പറ, കേക്കട്ടെ. ഹലോ സർ, നിങ്ങൾ ആ ബോക്സർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമേ ഇല്ല. ബിക്കോസ് യു ആർ എ സ്റ്റാർ. പിന്നെ അയാൾ ഒരു കോമൺ മാൻ. നീ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഇപ്പൊ ഉത്തരം തരാൻ എനിക്ക് സമയമില്ല. കേട്ടോ, കോമൺ മാൻ. നിങ്ങൾ ഒരു സ്റ്റാറിനെ തല്ലിയല്ലേ? താങ്ക് യു. ഓക്കെ ഗായ്സ്, എന്റെ ഷൂ ക്ലീൻ ചെയ്യൂ. ഗസിറ്ററാം, നീ എന്റെ തുണികളൊക്കെ ക്ലീൻ ചെയ്യേ. പൊളിച്ചെടുത്തല്ലോ. ഈ മോട്ടോണ് എന്താ സംഭവിച്ചത്? ഇവൻ എന്തൊക്കെ മണ്ടത്ര എന്നോട് വിളിച്ചു പറയുന്നത്? ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിനക്ക് എന്ത് പറ്റി? കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അതെ, ഒരു സ്റ്റാറായ എന്നെ നീ വെറുതെ ഉപദേശിക്കുന്നു. യു കോമൺ മാൻ. ഹേയ് ചായക്കടക്കാരാ, വേഗം എനിക്ക് കുറച്ച് സമോസ കഴിക്കണ്ട. സമോസയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണം, പ്ലേറ്റിന് നല്ല വൃത്തി ഉണ്ടാവണം. മനസ്സിലായടോ തനിക്ക്? ഓക്കെ. എന്തുകൊണ്ട് മോട്ടു സ്റ്റാർ ജി, എന്തുകൊണ്ട് പറ്റില്ല? പക്ഷേ സമോസ തിന്നുന്നതിന് മുമ്പ് ഞാൻ ചൂടുള്ള മറ്റൊരു വിഭവം തരാം. ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കില്ല. എന്റെ ഒരു വേഷം കെട്ടും എന്റെ ഇന്നത്തോടെ തീർത്തേക്കുന്ന എന്റെ ഈ വേഷം കെട്ടുകളി എന്റെ ശരീരത്തിൽ ഇപ്പൊ ഞാൻ ഓടിച്ചു തരാം. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറിയുടെ ഫോണും വരുന്നുണ്ട്. എന്തായാലും മോട്ടുവിന്റെ ആറ്റിറ്റ്യൂഡ് മാറുവാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേഗം ചെയ്തേ മതിയാകൂ. മോട്ടു സ്റ്റാർ ആകാൻ വേണ്ടി പ്രാന്തനെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ച് ഈ ബാങ്കിനെ കൊള്ളയടിക്കാൻ പോവുകയാണ്. I'm happy. Hey John, stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്കാൻ. Hey. Hey John. ഏ മോട്ടു, നീ എവിടെയാണ്? ആ ജോൺ ബാങ്കിൽ പണം മോഷ്ടിച്ച് ചായക്കട വഴി രക്ഷപ്പെട്ട് പോവാണ്. നീ എങ്ങനെയും അവനെ പിടിക്കാൻ നോക്ക്. ഓവർ ആൻഡ് ഔട്ട്. മോട്ടു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ജോണിനെ പിടിക്കാനായി. നീ എന്തുകൊണ്ട് അവനെ പിടിച്ചില്ല? ചിങ്കം, ഐ ആം ദ സ്റ്റാർ. സ്റ്റാറിന് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. മാത്രമല്ല അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെല്ലാം ചെയ്യുന്നതും. എന്റെ അമ്മ മോട്ടു, നീ കാരണമാണ് ജോൺ രക്ഷപ്പെട്ടു പോയത്. അതിന് ഞാൻ നിനക്ക് സമ്മാനം തന്നിരിക്കും. എന്റെ മോട്ടു, നീ ഇവിടെ നിന്ന് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോറി പത്ലു, പക്ഷേ എനിക്ക് എന്റെ സെക്രട്ടറിയുടെ അടുത്ത് ഫോൺ വന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു ആറ്റിറ്റ്യൂഡായിട്ട് നടക്കണം. മോട്ടു, ആരോ നിന്നെ വിഡ്ഢിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് കേൾക്ക്. ഹലോ സെക്രട്ടറി, നിന്റെ ഡെഡിക്കേഷൻ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊരു 10 ലക്ഷത്തിന്റെ ഡിസൈനർ സൂട്ട് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. നിന്റെ സൈസും മെഷർമെന്റും ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിന്റെ അളവ് പെട്ടെന്ന് എന്നോട് പറയണം. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. എന്റെ ഹൈറ്റ് 3 feet, അതേപോലെ എന്റെ ഇഞ്ചസ് 30 inches. ഓക്കെ ആണോ സാർ? മതി മതി മതി, ഇതിൽ തന്നെ എല്ലാം എനിക്ക് മനസ്സിലായി.
കണ്ടില്ലേ മോട്ടു 3 അടി ഉയരം. ഇവിടെ ആരാണ് 3 അടി ഉയരത്തിലുള്ളത് എന്ന് വെച്ചാൽ അത് ജോൺ തന്നെയാണ്. അവന്റെ 2 കൂട്ടുകാരാണ് നമ്പർ 1ഉം നമ്പർ 2ഉം. അവന്മാര് 3 പേരും ചേർന്ന് നിന്നെ വിഡ്ഢിയാക്കിയതാണ് മോട്ടു. പക്ഷെ ഒരു കാര്യം പത്തുലു, ഇപ്പോഴാ ജോണിനെ ഞാൻ അടിക്കുമ്പോ അവന് പഴയ കാലമൊക്കെ ഓർമ്മ വരണം പത്തുലു. നിങ്ങൾ രണ്ടുപേരും മോട്ടു ദ സ്റ്റാർ എന്ന് പറഞ്ഞ് അവനെ പിരികേറ്റണം. അതായത് മോട്ടു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ദേഷ്യം വരണം. അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, മനസ്സിലായോ? ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കാണ്ട. വാ. ഹലോ സാർ, ഹൗ ആർ യു മാൻ? നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടുന്ന് മാത്രമാണ് എൻ്റെ ഞാൻ അടുത്തേക്ക് ഇത്രയും ദൂരം വരുന്നത്. വന്നത്. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയണം. എല്ലാ സ്റ്റാറുകളും ദേ ഇങ്ങനെയാണ്. പ്ലീസ് എന്നെ രക്ഷിക്കണം. ചിങ്കം സാർ, പ്ലീസ് വെയിറ്റ്. ജോൺ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്റ്റാർ? അല്ലല്ല, ഒരു കോമൺ മാന്റെ പവർ. Watch India's largest kids library only on Geo Hotstar. Download the app now.